നമസ്കാരം. ഞാനിങ്ങനെ ട്രെയിനിൽ യാത്ര തുടരുകയാണ്. അപ്പോൾ കൊല്ലത്തെത്തിയപ്പോഴത്തേക്ക് ഒരു പാസഞ്ചർ പയ്യൻ അടുത്തിരുന്ന അന്യസംസ്ഥാനക്കാരൻ്റെ മുഖത്തോട്ട് 5-6 ഇടി എന്തൊക്കെയോ പറയാൻ തുടങ്ങി. അപ്പം നമ്മളെല്ലാവരും ഇങ്ങനെ തിരിഞ്ഞു നോക്കിയപ്പോഴത്തേക്ക് പറഞ്ഞു, ഞാൻ ഇടപെടേണ്ട കാര്യമൊന്നുമില്ല, ഇവൻ കുറേ നേരം ശല്യം തുടങ്ങി. അപ്പോൾ ഈ പയ്യൻ വിൻഡോ സീറ്റിലിരിക്കുകയാണ്. വിൻഡോ സീറ്റിന് തൊട്ടടുത്തായിട്ട് ഒരു പെൺകുട്ടി ഇവൻ്റെ അടുത്തിരിപ്പുണ്ട്. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ ഇറങ്ങുകയാണ്. അപ്പോൾ ഇവൻ്റെ ഭാര്യയാണോ അമുകയാണോ എന്നറിയില്ല, ഇറങ്ങുകയാണ്. അപ്പോൾ ആൾക്കാർക്ക് ഇവൻ കുറേ ഇടി അവൻ്റെ മുഖത്തിട്ട് ഇടിച്ചു. എന്തിനാണെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ആ സംസ്ഥാനക്കാരൻ പറയണം അവൻ അറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ അടുത്തിരുന്ന പാസഞ്ചർ അടുത്ത് സംസാരിച്ചു, പിന്നെ എന്തിനാ ഇങ്ങനെ ഇരിക്കേണ്ട കാര്യം? അപ്പോൾ പാസഞ്ചറും പറയുകയാണ്, ശരിയാണ്, ഇരിക്കേണ്ട കാര്യമില്ല, ആദ്യം ചൊല്ലിക്കൊടു, അതിന് ശേഷം വല്ല തല്ലിക്കൊടു. അല്ലെങ്കിൽ ഇത്രയും നേരം പെൺകുട്ടിയെ എന്തിനാണ് ഈ സംസ്ഥാനക്കാരുടെ അടുത്തിരുത്തിയത്? അല്ലെങ്കിൽ നമ്മളടുത്തൊക്കെ പറയാമായിരുന്നല്ലോ. അപ്പോൾ വെറുതെ അപ്പോൾ ഇവൻ എന്തെങ്കിലും സംഭവിച്ചു ഞാൻ ആരെങ്കിലും ഉത്തരം പറയണ്ടേ? അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കും അത് തന്നെയാണ് തോന്നിയത്. ഇവ ഇത്രയും നേരം ഈ പെൺകുട്ടി എന്തിനാണ് ഇവൻ്റെ അടുത്തിരുത്തിരുന്നത്? പിന്നെ ഇപ്പം പോകാൻ നേരത്ത് എങ്ങനെ കിടന്ന് ഇടിക്കുക? ഇതാണോ നമ്മുടെ പേഴ്സണൽ ലിബർട്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് പെട്ടെന്ന് പേഴ്സണൽ ലിബർട്ടി എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അടുത്തിരുന്ന ആൾ എൻ്റെ അടുത്ത് അടുത്ത കാര്യം പറയാനായിട്ട് തുടങ്ങി. അതിലേക്ക് നമുക്ക് നോക്കാം. ഒരു കോടതിയിലാണെങ്കിൽ നമുക്ക് ഒരു പ്രശ്നപരിഹാരത്തിന് കൊടുത്തേ പറ്റൂ. അത് റിട്ട് പെറ്റീഷൻ തന്നെ കൊടുക്കണം. റിട്ട് പെറ്റീഷൻ കൊടുക്കണമെന്ന് പറയുമ്പോഴത്തേക്ക് ആർട്ടിക്കിൾ 21 വയലേഷനാണ് നടക്കുന്നത്. ആർട്ടിക്കിൾ 21 എന്ന് പറയുമ്പോഴത്തേക്ക് പ്രൊട്ടക്ഷൻ ഓഫ് പേഴ്സണൽ ലൈഫ് ആണ്, പിന്നെ പേഴ്സണൽ ലിബർട്ടിയാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞ് വന്നിട്ട് കൊടുത്തിട്ട് നമുക്കത് കക്ഷിയാക്കേണ്ടത് പിന്നെ കേരള സർക്കാരിനെ ഒരു കക്ഷിയാക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് വേറൊരു ഡിപ്പാർട്ട്മെൻറ്റിനെയും കൂടെ കക്ഷിയാക്കണം. ഇത് എന്താണെന്ന് ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ പറഞ്ഞു, നമുക്ക് ഇത് തന്നെ കൊടുക്കണം, മാൻഡമസ് തന്നെ കൊടുക്കണം. ഇതെന്തിനാണ് ഇയാൾ പറയുന്നതെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് പെട്ടെന്ന് അയാൾ എനിക്ക് പറഞ്ഞു, ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിപ്പോൾ ഒരിടത്തൊക്കെ പോയി ഒന്നും എന്നെപ്പറ്റി പറയാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് പെട്ടെന്ന് അയാൾ പറയാൻ തുടങ്ങിയപ്പോൾ അടുത്തൊരു വാക്ക് വന്നപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി, അദ്ദേഹത്തിൻ്റെ ജാതകമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഏകദേശം ഒരു പിടുത്തം കിട്ടി. പിന്നെ ഞാൻ അങ്ങോട്ട് പറഞ്ഞു, നക്ഷത്രം മാറ്റാനായിരിക്കും അല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇംഗ്ലീഷ് അക്ഷരത്തിൽ എമ്മിൽ തുടങ്ങി എമ്മിൽ അവസാനിക്കുന്ന ഈ നക്ഷത്രം, ഇത് കമൻറ്റ് ചെയ്യേണ്ട, മനസ്സിലാക്കിയിരുന്നാൽ മതി. ഓക്കെ, താങ്ക് യു.